നമുക്ക് SSCയിൽ നോർമലി ചോദിക്കണ റീസണിങ്ങിലെ ഒരു ടൈപ്പ് പ്രോബ്ലം ആണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത്. അപ്പൊ ഈ പ്രോബ്ലം നമുക്ക് കുറെ ആൾക്കാരൊക്കെ കൺവെൻഷനലായി വരച്ച് ചെയ്യാറുണ്ട്. എല്ലാ ഷിഫ്റ്റിലും റീസണിങ്ങിന്റെ ഒരു പ്രോബ്ലം ഇത് തന്നെ ചോദിക്കാറുണ്ട്. ഇതേ ടൈപ്പിലുള്ള കോഡഡ് ചോദിക്കാറുണ്ട്, കോഡഡ് ബ്ലഡ് റിലേഷൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ചോദ്യം നമുക്ക് വരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് സ്ക്രീനിൽ നോക്കി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് കുറച്ച് ഡാറ്റ ഹൗ ക്യൂ റിലേറ്റഡ് ടു പി. അപ്പൊ ക്യൂവും ഹൗ ക്യൂ റിലേറ്റഡ് ടു ആർ എന്നാണ് ചോദ്യം. അപ്പൊ ക്യൂവും ആറും ആയിട്ട് എന്താ റിലേഷൻ എന്ന് മാത്രം നോക്കാം. അപ്പൊ നമ്മൾ പുറകീന്ന് നോക്കാം. ആർ ആഷ് അല്ലല്ലേ, ആഷ് എന്ന് പറഞ്ഞാൽ സിസ്റ്റർ. അപ്പൊ ഈ ആറ് എന്ന് പറയുന്നത് നമ്മളാണ്. അപ്പൊ ആഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റർ ആണ് എല്, നമ്മുടെ സിസ്റ്റർ ആണ് എല്. അത് കഴിഞ്ഞപ്പോ പേഴ്സൻറ്റേജിന്റെ ചിഹ്നം നമ്മുടെ സിസ്റ്ററിന്റെ അച്ഛൻ ആണ് ക്യൂ, നമ്മുടെ സിസ്റ്ററിന്റെ അച്ഛൻ ആണ് ക്യൂ. അപ്പൊ അത് നമ്മുടെയും എന്താ അച്ഛൻ തന്നെയാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ. നമുക്കൊരു ഒന്ന് രണ്ട് പ്രോബ്ലം കൂടി നോക്കാം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഇതില് ഹൗ പി റിലേറ്റഡ് ടു ടി ആണ് ചോദ്യം. ഹൗ പി റിലേറ്റഡ് ടു ടി ആണ് നമ്മുടെ ചോദ്യം. പിയും ടിയും ആയിട്ട് എന്താ റിലേഷൻ ആണ് ചോദ്യം. അപ്പൊ ടി മൈനസ് ചിഹ്നമാണ്. അപ്പൊ നമ്മുടെ അച്ഛനാണ് എന്ത്, എസ്. എസിന്റെ എസ് ഡിവിഷൻ ചിഹ്നമാണ്. നമ്മുടെ അച്ഛന്റെ ഭാര്യയാണ് എന്ത്, ആറ്. നമ്മുടെ അച്ഛന്റെ ഭാര്യയാണ് ആറ്. ആറ് കഴിഞ്ഞപ്പോ എന്താ പ്ലസ് ആണ് കൊടുത്തേക്കണേ. പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ ബ്രദർ. നമ്മുടെ അച്ഛന്റെ ഭാര്യ എന്ന് പറഞ്ഞ അമ്മ, അമ്മേരെ ബ്രദർ ആണ് ക്യൂ, അമ്മേരെ ബ്രദർ ആണ് ക്യൂ. അത് കഴിഞ്ഞ ഇൻഡു ആണ് കൊടുത്തേക്കണേ. ഇൻഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അങ്കിൾ, അമ്മേരെ ബ്രദറിന്റെ അമ്മയാണ് പി, അമ്മയാണ് പി. അപ്പൊ നമ്മളും പിയുമായിട്ട് എന്താ റിലേഷൻ എന്നാണ്. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ എന്താ മദേഴ്സ് മദർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ ഇല്ല ഓപ്ഷനിൽ. അപ്പൊ നമുക്ക് എന്താ മദേഴ്സ് മദർ ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? അപ്പൊ ഈ ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് നോക്കിക്കൊണ്ട് ചെയ്യും. എക്സാമിന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റീസണിങ്ങിന്റെ ടൈം ശരിയാവാത്തവരുടെ ടൈം വളരെ രീതിയിൽ തന്നെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. ഹൗ 5 റിലേറ്റഡ് ടു ബി. നേരത്തെ ആൽഫബറ്റ്സ് ആയിരുന്നു, ഇപ്പൊ ഇതിൽ നമ്പർ ആണ് തന്നിട്ടുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഹൗ 5 റിലേറ്റഡ് ടു 3 എന്നാണ് നമ്മുടെ ചോദ്യം തന്നേക്കണേ. അപ്പൊ 3 നമ്മളായിട്ട് എടുക്കണോ? 3 ഡിവിഷന്റെ ചിഹ്നം, ഡിവിഷന്റെ ചിഹ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ ആണ്. അപ്പൊ 4 നമ്മുടെ ഫാദർ ആണ്. അത് കഴിഞ്ഞ ഇൻഡുവിന്റെ ചിഹ്നം ഫാദറിന്റെ വൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മദർ ആണല്ലോ. ഒക്കെ നമ്മുടെ ബേസ് ചെയ്ത് ചെയ്യാം. അപ്പോ ഇത് നമ്മുടെ മദർ ആണ്. അത് കഴിഞ്ഞ എന്താ മൈനസ് ചിഹ്നം മദറിന്റെ ബ്രദർ, നമ്മുടെ മദറിന്റെ ബ്രദർ. അങ്കിളൊന്നും തന്നിട്ടില്ല, മദേഴ്സ് ബ്രദർ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ കണ്ട നമ്മുടെ ആൻസർ ആയി. അപ്പൊ ഈ ഒരു രീതിയിൽ ചെയ്താൽ നമുക്ക് സ്ക്രീനിൽ നോക്കി വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ നമുക്ക് ഈ ടൈപ്പ് റീസണിങ് പ്രോബ്ലങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും. അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഇത് ഓരോ CGL ഓരോ ഷിഫ്റ്റിലെ പ്രോബ്ലങ്ങളാണ്. എല്ലാ ഷിഫ്റ്റിനും റാൻഡ് ആയിട്ട് എടുത്തേക്കണത്. ഈ ഒരു ടെക്നിക്ക് കിട്ടി കഴിഞ്ഞാൽ അധികം പ്രോബ്ലം ചെയ്ത് സമയം കളയണ്ട. എല്ലാവർക്കും ഇത് വളരെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഈ ചോദ്യം എന്താണെന്ന് നോക്കാം. ഇതിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എമ്മും ടിയും ആയിട്ടുള്ള റിലേഷൻ ആണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണേ. എം ഈസ് സിസ്റ്റർ ഓഫ് ടി ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ അവിടെ നിന്നും അപ്പോ ഇൻഡു ചിഹ്നം എന്താന്ന് നോക്കി, ബ്രദറാ. ഒരിക്കലും അതെന്താ സിസ്റ്റർ അല്ല. അപ്പൊ നമുക്കത് അവിടെ നിന്ന് തന്നെ കിട്ടി. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കി. രണ്ടാമത്തെ ഓപ്ഷൻ പി ഈസ് ബ്രദർ ഓഫ് ആർ എന്നാണ്. അപ്പൊ പിയും ആറും ആയിട്ട് എന്താ റിലേഷൻ എന്നാണ് ചോദ്യം. അപ്പൊ പിയും ആറും മാത്രം നോക്കിയാൽ മതി. 6 ഡിവിഷൻ ആണ് കാണുന്നത്. അപ്പൊ മദർ ആണ്. ക്യൂ എന്ന് പറയുന്നത് ആറിന്റെ മദർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മദർ ആണ് ക്യൂ. ക്യൂ പിന്നെന്താ പ്ലസ് പി ആണ് വരുന്നത്. അപ്പം സൺ ആണ് വരുന്നത് അല്ലെ. ആറ് എന്ന് പറയുമ്പോ നമ്മളെ അവിടുന്ന് ഡിവിഷന്റെ ചിഹ്നം വന്നു. അപ്പൊ നമ്മുടെ അമ്മ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേരെ മോൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരാ ബ്രദർ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലങ്ങൾ ചെയ്യാൻ വേറെ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ പ്രോബ്ലങ്ങൾ ചെയ്യാം.